ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട അല്പസമയം മുമ്പ് തുറന്നു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചത്. ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ്, പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ നാളെ നടക്കും. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട കർക്കിടക മാസത്തിലെ അവസാന ദിനം വൈകിട്ട് നട തുറന്നിരിക്കുന്നു. നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം അടക്കമുള്ള ചടങ്ങുകൾ നാളെ നടക്കുന്നു. നറുക്കെടുപ്പാണ് നാളെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, കൂടുതൽ വിശദാംശങ്ങൾ മിഥുൻ മുരളി. വിനോദ് 18-ാം പടി കയറി അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനായി ഭക്തജനങ്ങൾ സന്നിധാനത്തേക്കായി എത്തുകയാണ്. അല്പസമയം മുൻപാണ് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് നട തുറന്ന് ദീപം തെളിയിച്ചത്. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇപ്പോൾ നട തുറന്ന് ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നു. തണുത്ത കാലാവസ്ഥയാണ്, മഴ ഉള്ള കാലാവസ്ഥയാണ് സന്നിധാനത്ത്. നിരവധിയായ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് ഇന്നും നാളെയും എല്ലാം. നട തുറക്കുന്ന ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെയാണ് ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് നടക്കുന്നത്. ഒപ്പം പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പും നാളെ നടക്കും. നാളെ രാവിലെ 7:30 സന്നിധാനത്ത് ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പും രാവിലെ പമ്പയിൽ പമ്പ മേൽശാന്തി നറുക്കെടുപ്പും നടക്കും. ഇതാണ് ചിങ്ങമാസ പൂജ ബന്ധപ്പെട്ട് നട തുറക്കുമ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായി പറയാനുള്ളത്. 21-ാം തീയതിയാണ് പൂജകൾ പൂർത്തിയാക്കി, ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. വീണ്ടും സെപ്റ്റംബർ മാസം 3-ാം തീയതി ഓണത്തിന് വേണ്ടി നട തുറക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് സന്നിധാനത്ത് ഈ വൈകിട്ട് 5 മണിക്ക് നട തുറന്ന സമയം മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലൈ ഓവറിന്റെ പകുതി വരെയും ഭക്തജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഈ വൈകുന്നേരം സന്നിധാനത്തേക്ക് എത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാനുള്ള ഒരു സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് തന്നെ മലയാളികളും വരും ദിവസങ്ങളിൽ കൂടുതലായി എത്താനുള്ള സാധ്യത. ചിങ്ങമാസ പുലരി മലയാളിയെ സംബന്ധിച്ചോളം പുതുവർഷ പുലരിയൊക്കെ ആയതുകൊണ്ട് നാളെ വലിയ തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ തിരക്കുമാകുമ്പോൾ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടായേക്കും. മഴ ഉണ്ട്. കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പമ്പയുടെ വിഷു പ്രദേശങ്ങളിൽ മഴ കനക്കുന്നതോടുകൂടി പമ്പാ നദിയിൽ നീരൊഴുക്ക് ശക്തമാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം കക്കാട്ടാറിൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് ആനത്തോട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പമ്പ സ്നാനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ പമ്പയിൽ ഇറങ്ങുകയോ നദിയിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. മല കയറുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി മല കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. പല ഭാഗങ്ങളിലും വഴുക്കലുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ച് മല കയറണമെന്നുള്ള നിർദ്ദേശം. ഒപ്പം വലിയ വൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കരുത്, വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും ജാഗ്രതയും ഭക്തജനങ്ങൾ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും തിരക്ക് ഉണ്ടാകും എന്ന് സൂചന നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്നും നട തുറന്നപ്പോൾ കാണാനുള്ളത്. ഫ്ലൈ ഓവറിന്റെ പകുതി ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ചിങ്ങമാസത്തോടനുബന്ധിച്ച് പുതുവർഷത്തോടനുബന്ധിച്ച് നാളെ മലയാളികളും കൂടുതലായി എത്തുമ്പോൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ തിരക്ക് ഇനി കൂടുന്നതിനുള്ള സാധ്യത. 21-ാം തീയതി രാത്രി 10 മണിക്കാണ് പൂജകൾ പൂർത്തിയാക്കി, ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. അതിനുശേഷം സെപ്റ്റംബർ 3-ാം തീയതി ഓണത്തിന് വേണ്ടി നട തുറക്കും. ഓണ ചടങ്ങുകൾക്ക് വേണ്ടി, തിരുവോണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടി നട തുറക്കും. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥയും പ്രതികൂലമാണ്. മഴ ഉള്ള കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മിഥുൻ, നാളെ ഈ നറുക്കെടുപ്പ് ചടങ്ങ് എത്ര മണിക്കാണ്? പുതിയ മേൽശാന്തിമാരെ തീരുമാനിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചടങ്ങ് അത് എത്ര മണിക്കാണ്? അതുകൂടി.
വിനോദ കീഴ്ശാന്തി നറുക്കെടുപ്പാണ് നാളെ നടക്കുന്നത്. നാളെ രാവിലെ 7:30 സന്നിധാനത്ത് ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് നടക്കും. പമ്പയിലാണ് മറ്റൊരു ചടങ്ങ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചടങ്ങാണ് പമ്പയിൽ നടക്കുന്നത്. അതും രാവിലെ 7:30 കൂടിയാണ് നടക്കുന്നത്. ഈ രണ്ട് ചടങ്ങുകൾ കൂടി ഒരു വർഷത്തേക്കുള്ള ശബരിമല കീഴ്ശാന്തിയെയും ഒപ്പം തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയെയും നറുക്കെടുപ്പ് നാളെ ഉണ്ടാകും. ഈ ചിങ്ങമാസ പൂജാ നാളുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഈ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ശബരിമല കീഴ്ശാന്തിയെയും ഒരു വർഷത്തേക്കുള്ള കീഴ്ശാന്തിയെയും ഒപ്പം പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ചടങ്ങ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഈ ചിങ്ങമാസ പൂജാ നാളുകളിൽ സന്നിധാനത്ത് നിന്നും പറയാനുണ്ട്. വരും മണിക്കൂറുകളിൽ തിരക്ക് ഉണ്ടാകും. ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയും ഒക്കെ തിരക്ക് ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടിയാണ് ശബരിമല നട ഇന്ന് വൈകിട്ട് തുറന്നത്. സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.